പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലും രാജ്യത്ത് പാചകവാതക വിതരണം സുഗമമാണെന്ന് കേന്ദ്ര സർക്കാർ. കൂടുതൽ ആളുകൾ PNG കണക്ഷനുകളിലേക്ക് മാറുന്നതായാണ് കണക്കുകൾ. നിലവിൽ PNG കണക്ഷനുകളുള്ള കുടുംബങ്ങൾ LPG കണക്ഷനുകൾ ഉപേക്ഷിക്കണമെന്നും മന്ത്രാലയം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി രാജ്യത്ത് പാചകവാതക വിതരണം സുഗമമാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. തുടക്കത്തിലുണ്ടായ പരിഭ്രാന്തിയെ തുടർന്ന് പ്രതിദിനം 89 ലക്ഷം വരെ ഉയർന്നിരുന്ന സിലിണ്ടർ ബുക്കിംഗ് ഇപ്പോൾ 55 ലക്ഷമായും കുറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം കൂടുതൽ ആളുകൾ PNG കണക്ഷനുകളിലേക്ക് മാറിയതായ കണക്കുകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം പുതുതായി 13,700 PNG കണക്ഷനുകളാണ് നൽകിയത്. ഇതിൽ 7,300 പേർ LPG സിലിണ്ടറുകളിൽ നിന്ന് സ്ഥിരമായി PNGയിലേക്ക് മാറിയവരാണ്. സിലിണ്ടറുകളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രം 4,500 റെയ്ഡുകളാണ് നടത്തിയത്. ഗാർഹിക ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാതെ ഗ്യാസ് ലഭ്യമാക്കാൻ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ സംസ്ഥാനങ്ങൾ നിശ്ചയിച്ച മുൻഗണനാ ക്രമവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചത് സാധാരണക്കാരെ ബാധിക്കില്ലെന്നാണ് പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയത്. രാജ്യത്തെ ആകെ പെട്രോൾ വിൽപ്പനയിൽ 3 മുതൽ 4% വരെ മാത്രമാണ് പ്രീമിയം പെട്രോളിന് പങ്കെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. പെട്രോൾ ഡീസൽ വില നിശ്ചയിക്കുന്നത് എണ്ണ കമ്പനികളാണെന്നും സർക്കാർ ഇതിൽ ഇടപെടുന്നില്ലെന്നും കേന്ദ്രം ആവർത്തിക്കുന്നുമുണ്ട്. അതേസമയം PNG കണക്ഷനുള്ളവർക്ക് പുതിയ LPG കണക്ഷൻ നേടാനോ നിലവിലുള്ള ദ്രവീകൃത പെട്രോളിയം വാതകത്തിന്റെ അധിക കണക്ഷൻ നിലനിർത്താനോ അനുവാദമില്ലെന്നാണ് കേന്ദ്രം അറിയിച്ചത്. LPG പ്രതിസന്ധിയെ തുടർന്നാണ് ഈ ഒരു തീരുമാനം. ഒരേ സമയം PNGയും LPGയും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായി തന്നെ കണക്കാക്കും. നിലവിൽ PNG കണക്ഷനുള്ള കുടുംബങ്ങൾ LPG കണക്ഷനുകൾ ഉപേക്ഷിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.